എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 7ാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിൽ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. നടാഷയുടെ വർണ്ണ ബലൂണുകൾ. മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് നടാഷ. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ കയ്യിൽ കാറ്റ് നിറച്ച കുറേ വർണ്ണ ബലൂണുകൾ ഉണ്ടായിരുന്നു. റഷ്യയുടെ ഏതോ ഗ്രാമങ്ങളിൽ നിന്നുമാണ് അവൾ വരുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തന്റെ നാടിനെക്കുറിച്ച് പറയാൻ അവൾ തയ്യാറായി. ഭാവിയിൽ ഒരു വിവർത്തകയാവണം എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഈ ബലൂൺ വിൽപ്പന? ഞാൻ സംശയം മറച്ചു വെച്ചില്ല. പഠനത്തിനുള്ള വക തേടുന്നത് ഇതിലൂടെയാണ്, അവൾ മറുപടി പറഞ്ഞു. പിന്നെ മനോഹരമായി ഒന്ന് ചിരിച്ചു. ഈ തൊഴിലിൽ താൻ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചിരി. നടാഷ യാത്ര പറഞ്ഞ് അകന്നു പോകുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ബലൂണുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. വായു നിറച്ച വർണ്ണഭംഗിയുള്ള ബലൂണുകൾ. ഇനി ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, എന്തിനെക്കുറിച്ച് പറയാനാണ് നടാഷ തയ്യാറായത്? ഓപ്ഷൻസ് ഉണ്ട്. വർണ്ണ ബലൂണുകളെ കുറിച്ച് പറയാൻ, തന്റെ നാടിനെ കുറിച്ച് പറയാൻ, പഠനത്തെക്കുറിച്ച് പറയാൻ. ഉത്തരം തന്റെ നാടിനെ കുറിച്ച് പറയാൻ. രണ്ടാമത്തെ ചോദ്യം, നടാഷ പഠിക്കുന്നത് എവിടെയാണ്? സ്കൂളിൽ, വിദേശത്ത്, യൂണിവേഴ്സിറ്റിയിൽ. ഉത്തരം യൂണിവേഴ്സിറ്റിയിൽ. മൂന്നാമത്തെ ചോദ്യം, എന്തിനാണ് അവൾ ബലൂൺ വിൽപ്പന നടത്തുന്നത്? പഠനത്തിനുള്ള വക തേടാൻ, കൗതുകത്തിന്, ഇഷ്ടമായതിനാൽ. ഉത്തരം പഠനത്തിനുള്ള വക തേടാൻ. നാലാമത്തെ ചോദ്യം, മനോഹരമായി അവൾ ചിരിച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യമെന്ത്? വീഡിയോ ചിത്രീകരിച്ചതിനാൽ, പണം കിട്ടിയതിനാൽ, ഈ തൊഴിലിൽ അവൾ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാൻ. ഉത്തരം ഈ തൊഴിലിൽ അവൾ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാൻ. അഞ്ചാമത്തെ ചോദ്യം, ബലൂണുകളെ ഏത് പദം കൊണ്ടാണ് യാത്രികൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്? സന്തുഷ്ടയായ, അകന്നുപോകുന്ന, വർണ്ണഭംഗിയുള്ള. ഉത്തരം വർണ്ണഭംഗിയുള്ള. ഇനി പ്രവർത്തനം 2 വായിക്കാം എഴുതാം. ബാലാമണിയമ്മയുടെ കളിക്കൊട്ട എന്ന കവിതയിലെ വരികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. കവിത വായിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അന്നുഷസിൽ അതിഥിയായി തൻ വീട്ടിൽ വന്നരാ കൊച്ചു തോഴിക്ക് കാണിക്കാൻ ഉണ്ണി മച്ചിലേക്കോടി ശ്രമാൽ കൊണ്ടുവന്നു വാരുറ്റ തൻ കളിക്കൊട്ട സാവധാനമെടുത്താനതിൽ നിന്നു സാഭിമാനം നിലത്തു നിരത്തിനാൽ പാവകൾ ചെറു പന്തുകൾ ചെമ്പകപ്പൂ വിതളുകൾ നാൽപ്പട്ടുനാടകൾ കൂർത്ത കുന്തത്തലപ്പുകൾ കോമാളിക്കൂത്തടിക്കുന്ന വേതാള വേഷങ്ങൾ വണ്ടിയേതോ തകർന്നതിൻ തുണ്ടുകൾ 2-3 കാശപ്പ പൊതികളും ആ മിടുക്കന്റെ ലീലാവിരലു മോമന കൈവിരലുകളിലൂടവേ ആ വിരൂപജട പദാർത്ഥങ്ങളിലാശു പാഞ്ഞെത്തിയ ജീവിത സൗന്ദര്യം അഞ്ചു നിൽപ്പതായി കാണായ വയലിലും പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും. ഇനി ഇതിലെ ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന അർത്ഥമുള്ള ഏത് പദമാണ് കവിതയിലുള്ളത്? തഞ്ചി, വാരുറ്റ, ഉഷസ്, ആശു. ഉത്തരം ആശു. 2. ഉണ്ണിയുടെ കളിക്കൊട്ടയിൽ ഇല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? പട്ടുനാടകൾ, ചെമ്പകപ്പൂ വിതളുകൾ, പാവകൾ, മച്ചിങ്ങവണ്ടി. ഉത്തരം മച്ചിങ്ങവണ്ടി. മൂന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ കൈവിരൽ തൊട്ടപ്പോൾ കളിക്കൊട്ടയിലെ വസ്തുക്കളിൽ പാഞ്ഞെത്തിയത് എന്താണ്? ഭംഗി, ജീവിത സൗന്ദര്യം, കരച്ചിൽ, പുഞ്ചിരി. ഉത്തരം ജീവിത സൗന്ദര്യം. നാലാമത്തെ ചോദ്യം, കളിക്കൊട്ടയെടുക്കാൻ ഉണ്ണി എങ്ങോട്ടാണ് ഓടിയത്? മുറിക്കുള്ളിലേക്ക്, മച്ചിലേക്ക്, മുറ്റത്തേക്ക്, തോട്ടത്തിലേക്ക്. ഉത്തരം മച്ചിലേക്ക്. അഞ്ചാമത്തെ ചോദ്യം, ഉണ്ണിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയത് ആരാണ്? തോഴി, ചേച്ചി, സഹപാഠി, തോഴൻ. ഉത്തരം തോഴി. പ്രവർത്തനം 3, പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗത്തിലെ അലിയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അലിയുടെ കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഉത്തരം, 9 വയസ്സുകാരനായ അലി സ്വർഗത്തിലെ കുട്ടികൾ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. ടെഹ്റാനിൽ പാവങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് അവരുടെ വീട്. ചെരുപ്പുകുത്തിയുടെ അടുക്കൽ തുന്നാൻ കൊടുത്ത സാറയുടെ ഷൂസ് അലി തിരിച്ചു വാങ്ങുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ഷൂസ് നഷ്ടമാകുന്നതോടെ അവർ രണ്ടുപേരും ഒരു ജോഡി ഷൂസ് കൊണ്ട് സ്കൂളിൽ പോകുന്നു. സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും അവളുടെ ഷൂസ് വാങ്ങി ക്ലാസ്സിലേക്ക് ഓടുന്നതും വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ക്ലാസ്സിൽ എന്നും വൈകുമ്പോൾ അവന് വഴക്ക് കിട്ടുന്നുണ്ട്. ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു.
കാരണം അവർ ജീവിക്കുന്നത് ദാരിദ്ര്യ അവസ്ഥയിലാണ്. മറ്റൊരു ഷൂസ് വാങ്ങാൻ തന്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് തിരിച്ചറിയുന്ന കുട്ടിയും കൂടിയാണ് അലി. ഷൂസ് നഷ്ടപ്പെട്ട കാര്യം അവൻ മറച്ചു വെക്കുന്നത് അതുകൊണ്ടാണ്. സാറയുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയെ അപമാനിക്കരുത് എന്നാണ് അലി പറയുന്നത്. അവന്റെ മനസ്സിന്റെ നന്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ അവസ്ഥ കണ്ട അലിയും സഹോദരിയും അവളെ അപമാനിക്കാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും ഉറവ വറ്റിയിട്ടില്ലെന്ന് ഈ കഥാപാത്രത്തിലൂടെ സംവിധായകൻ നമ്മളോട് പറയുന്നു. തങ്ങളുടെ ജീവിതം തീർത്തും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നു. ഏതു സാഹചര്യത്തിലും നന്മയും സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കുമെന്ന് അലി എന്ന കഥാപാത്രം തെളിയിക്കുന്നു. പ്രവർത്തനം 4. കുറിപ്പ് തയ്യാറാക്കാം. പരിമിതികളിൽ നിന്നും വിജയത്തിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണല്ലോ ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ശാരീരിക പരിമിതിയുള്ള ആളാണ് ക്രിസ്റ്റി. അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്നത് ഇടതുകാൽ മാത്രമാണ്. ആ കാലുകൊണ്ടാണ് ക്രിസ്റ്റി ചിത്രങ്ങൾ വരയ്ക്കുന്നത്. നമ്മളെല്ലാം ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്നവരാണ്. എന്നാൽ ക്രിസ്റ്റി പരാതികൾ ഇല്ലാതെ തന്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമുക്കും വിവിധങ്ങളായ കഴിവുണ്ട്. എന്നാൽ പരിമിതികൾ പറഞ്ഞ് പല അവസരങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെയുള്ളവർക്ക് ക്രിസ്റ്റി ഒരു മാതൃകയാണ്. മടി പിടിച്ചിരിക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് ക്രിസ്റ്റി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവർത്തനം 5. കത്ത് തയ്യാറാക്കുക. യുദ്ധം മാനവരാശിക്ക് ദുഃഖവും ദുരിതവുമാണ് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന യുദ്ധവിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കാനുള്ള ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? വലതുവശത്ത് മുകളിൽ സ്ഥലവും തീയതി എഴുതണം. പിന്നെ ആർക്കാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേരിൽ എങ്ങനെ പറയണം? പ്രിയപ്പെട്ട പ്രിയേഷ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം നന്നായി നടക്കുന്നോ? യുദ്ധത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും യുദ്ധമല്ല സമാധാനമാണ് നമുക്ക് ആവശ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട നാളുകളിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിനക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സർവീസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലിയും തെരുവ് നാടകവും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നീയും എത്തണം. എല്ലാവർക്കും പങ്കെടുക്കാൻ സൗകര്യം ഉണ്ടാകുന്നതിനാണ് ശനിയാഴ്ച പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റു വിശേഷങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാം. സ്നേഹപൂർവം, അതുൽ. ഒപ്പ്. പ്രവർത്തനം 6. വിവരണം. അതിൽ എ ക്വസ്റ്റ്യൻ ആണ്. കുമ്മാട്ടി എന്ന നാടൻ കലാരൂപത്തെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നാടൻ കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. അംബിക സുധൻ മാങ്ങാട്, അക്ബർ കക്കട്ടിൽ, പി കെ പാറക്കടവ്. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഏതെങ്കിലും ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് തെയ്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയാലോ. തെയ്യം വടക്കൻ കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു നാടൻ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. കളിയാട്ടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ആടയാഭരണം അണിഞ്ഞ് ദൈവകോലങ്ങളായാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. മുച്ചിലോട്ട് ഭഗവതി, തീച്ചാമുണ്ടി, ഗുളികൻ, പൊട്ടൻ എന്നിവ പ്രധാന തെയ്യക്കോലങ്ങളാണ്. നൃത്തത്തോടൊപ്പം പാട്ടിനും ഈ കലയിൽ സ്ഥാനമുണ്ട്. കുടുംബക്ഷേത്രങ്ങളായ കാവുകളിലാണ് പലപ്പോഴും തെയ്യങ്ങൾ കെട്ടിയാടാറുള്ളത്. പ്രാചീന ദൈവരൂപങ്ങൾക്കൊപ്പം പൂർവികരായ പോരാളികളുടെയും തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. വേഷവും മുഖത്തെഴുത്തും ഓരോ തെയ്യത്തിനും വെവ്വേറെയായിരിക്കും. ചെണ്ടയുടെയും മറ്റ് താളവാദ്യങ്ങളുടെയും അകമ്പടിയോടെ മുടിയണിഞ്ഞ തെയ്യക്കോലങ്ങൾ പ്രത്യേക രീതിയിൽ ചുവടുവയ്ക്കുന്നു. മുച്ചിലോട്ട് ഭഗവതി ഈ കൂട്ടത്തിൽ അമ്മ ദൈവമാണ്. ചില വീരന്മാരുടെ കോലങ്ങളും കെട്ടിയാടാറുണ്ട്. അത്തരത്തിൽപ്പെട്ടതാണ് കതിവന്നൂർ വീരൻ. ഇത് ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ എഴുതിയത് ആരായിരിക്കും? ഉത്തരം പി കെ പാറക്കടവ്. ഇനി പ്രവർത്തനം 7. പ്രതികരണ കുറിപ്പ്. ആമസോൺ കാർഡ് കത്തുകയാണെന്ന് അന്നാമ തന്റെ ഭർത്താവായ ജോപ്പനെ അറിയിച്ചപ്പോൾ ജോപ്പന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നീ പേടിക്കേണ്ടടി, ആമസോണിൽ 1000 ലിറ്റർ ഓക്സിജൻ ഞാൻ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ജോപ്പൻ ഭാര്യയെ ഇങ്ങനെ കളിയാക്കിയത് ശരിയാണോ? അന്നാമയുടെ ആശങ്ക ജോപ്പനിൽ കാണുന്നുണ്ടോ? ഈ സംഭവത്തെ വിശകലനം ചെയ്ത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ആമസോൺ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ജോപ്പൻ, അന്നാമയുടെ ഭർത്താവ്. ആമസോൺ കാർഡ് കത്തുന്നതിന്റെ ദുരന്ത വാർത്ത ടിവിയിൽ കാണുന്നു. വിവരം അന്നാമ തന്റെ ഭർത്താവിനോട് പങ്കുവച്ചു. വിവരം അറിഞ്ഞപ്പോൾ ആ സംഭവത്തെ വെറും കളിയായി അദ്ദേഹം കാണുന്നു. ജോപ്പൻ ആമസോൺ എന്ന മാർക്കറ്റിംഗ് ചാനലിലൂടെ 1000 ലിറ്റർ ഓക്സിജൻ ബുക്ക് ചെയ്തു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ചിലർ അങ്ങനെയാണ്. ആമസോൺ എന്ന കാർഡ് എത്ര അകലെയാണ്, ആ ദുരന്തമൊന്നും നമ്മെ ബാധിക്കില്ല എന്ന് കരുതുന്നവർ. എന്ത് പറഞ്ഞും ബോധ്യപ്പെടുത്താൻ കഴിയാത്തവരാണ് അവർ. കഥയിൽ മാത്രമല്ല നമ്മുടെ സാധാരണ ജീവിതത്തിലും ഒരു കാര്യത്തെയും
അതിന്റെ ഉത്തരവാദിത്തത്തോടെ കാണാത്ത ഒരു ജനത വളർന്നു വരുന്നുണ്ട്. അവർ ഈ നാടിന് തന്നെ ശാപമായി മാറും. അത്തരം ആളുകളെ കൂടി ശരിയായി ബോധവൽക്കരിച്ച് നന്മയുടെ വക്താക്കളാക്കി മാറ്റുക കൂടിയാണ് ഒരു നല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. പ്രവർത്തനം 8. നിങ്ങളുടെ പ്രദേശത്തെ കാവിൽ കുമ്മാട്ടി അവതരണം സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി കലാരൂപത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്ന ഒരു ആമുഖ പ്രഭാഷണം തയ്യാറാക്കുക. ഉത്തരം: ബഹുമാന്യരെ, വളരെയേറെ പ്രത്യേകതകളുള്ള ആകർഷകമായ ഒരു നാടൻ കലാരൂപമാണ് ഇന്ന് നമ്മുടെ കാവിൽ അരങ്ങേറുന്നത്. തൃശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും പ്രശസ്തമായ കുമ്മാട്ടിക്കളിയാണ് ഈ കലാരൂപം. പ്രത്യേക പരിശീലനം ലഭിച്ച കലാകാരന്മാരാണ് ഈ കലാരൂപം കെട്ടിയാടുന്നത്. കുമ്മാട്ടിപ്പുല്ല് വെച്ച് കെട്ടി മുഖാവരണങ്ങളും വച്ചാണ് കുമ്മാട്ടി എഴുന്നള്ളുന്നത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലയ്ക്കുള്ളത്. എല്ലാ സഹൃദയരും ഈ കലാരൂപം ആസ്വദിക്കുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനോഹരമായി ഈ കലാരൂപം കാണാനും ആസ്വദിക്കാനും ഏവരെയും കാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു.